Hello friends, welcome to SAT Center Institution Center Marathambadi and Puthanvelikara. Free education to all. Please subscribe to our YouTube channel for new updated videos and also visit centerinstitution.blogspot.in. Organic compounds naming and isomerism. Organic chemistry. Part 8. Isomerism. Please visit part 1 to 7 before watching this video. ഈ വീഡിയോ കാണുന്നതിന് മുന്നേ നിങ്ങൾ പാർട്ട് 1 മുതൽ 7 വരെയുള്ള ഭാഗം കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഐസോമെറിസത്തിലെ ചെയിൻ ഐസോമെറിസം എന്താണെന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഐസോമെറിസം. പ്ലീസ് ഷെയർ, ലൈക്ക്, കമൻറ്റ് ദിസ് വീഡിയോ. ദിസ് ഈസ് ദ ഓൺലി തിങ് യു ക്യാൻ ഡു ഫോർ മീ. ഓക്കെ, എന്താണ് ഐസോമെറിസം? ഈ രണ്ട് പിക്ചറിലേക്ക് നമുക്കൊന്ന് സൂക്ഷിച്ചു നോക്കാം. നിങ്ങൾ എന്താ കാണുന്നത്? ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഒരു കാർബൺ. അങ്ങനെ നമ്മളിവിടെ കൈ എടുക്കാതെ വരച്ചു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് 4 കാർബൺ ഉണ്ട്. എത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ. സോ ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്സ്, വേർഡ് റൂട്ട്, 4 കാർബൺ വന്ന വേർഡ് റൂട്ട് ബ്യൂട്ട്. ഓക്കെ, ക്ലിയർ? ഈ കാർബൺ കാർബൺ തമ്മിൽ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE. ദിസ് ഈസ് ബ്യൂട്ടൈൻ. ഇതിന്റെ പേര് ബ്യൂട്ടൈൻ ആണ്. ഇതെങ്ങനെ എഴുതാന്നുള്ളത് നമ്മൾ 1 to 7 പാർട്ട് വരെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കാണുക കേട്ടോ. ഇനി നമുക്ക് ഇങ്ങോട്ട് നോക്കാം. ഇവിടെ നമ്മൾ കൈയെടുക്കാതെ വരച്ചു കഴിഞ്ഞാൽ 3 കാർബണേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കത് എങ്ങനെയൊക്കെ വരയ്ക്കാം? ഇവിടുന്ന് ഞാൻ തുടങ്ങി കൈയെടുക്കാതെ ഇങ്ങോട്ട് പോയാലും 3 കാർബൺ. അല്ല, ഞാൻ ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ പോയാലും 3 കാർബൺ. അപ്പം എങ്ങനെ പോയാലും കൈയെടുക്കാതെ വരച്ചാൽ 3 കാർബൺ. കണ്ട, കൈയെടുക്കാതെ വരച്ചപ്പോൾ 3 കാർബൺ, പിന്നെ കൈയെടുത്തിട്ട് വീണ്ടും വരച്ചപ്പോൾ 1. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് 3 കാർബണേ ഉള്ളൂ. സോ എൻ്റെ വേർഡ് റൂട്ട് 3 കാർബൺ വന്നാൽ പ്രൊപ്പ്. ക്ലിയർ? സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എന്താണ്? ANE. ഇവിടെ രണ്ടാമത്തെ പൊസിഷനിൽ മീഥൈൽ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് കിടപ്പുണ്ട്. അപ്പോൾ നമ്മളത് പ്രിഫിക്സ് ആയിട്ട് എഴുതണം, മീഥൈൽ. മീഥൈൽ. ഓക്കെ, എത്രാമത്തെ പൊസിഷനിൽ? രണ്ടാമത്തെ പൊസിഷനിൽ. നേരത്തെ ഇത് നമ്മൾ ബ്യൂട്ടൈൻ എന്ന് പറഞ്ഞു. ഇത് നമ്മൾ എന്താ പറയണ? 2-methyl propane. രണ്ട് പേരിലും എത്ര കാർബൺ ആകെയുണ്ട് നോക്കൂ. ഇവിടെ 4 കാർബൺ, ഇവിടെയോ 4 കാർബൺ. കണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല ഒന്ന് എഴുതി നോക്കാം. കാർബൺ 4 എണ്ണം. ഹൈഡ്രജൻ എണ്ണി നോക്കാം. 3, 3 2 5, 6 7, 7 3 10. ഹൈഡ്രജൻ 10 എണ്ണം. ഇതാണ് ഇതിന്റെ ഫോർമുല, മോളിക്കുലർ ഫോർമുല. ഓക്കെ, ക്ലിയർ? ഇനി ഇതിന്റെ മോളിക്കുലർ ഫോർമുല എഴുതി നോക്കാം. കാർബൺ എത്ര ഉണ്ട്? 1 2 3 4. 4. ഹൈഡ്രജനോ? 3 4 4 3 7, 7 3 10. ഹൈഡ്രജനും 10. ഓക്കെ, ലുക്ക് അറ്റ് ദീസ് 2 ഫോർമുല. ദീസ് 2 ഫോർമുലാസ് ആർ സെയിം. ഈ ഫോർമുല സെയിം ആണ്, പക്ഷേ ഇവരുടെ അറേഞ്ച്മെന്റിൽ വ്യത്യാസമുണ്ട്. മാത്രമല്ല ഇവരുടെ പേരിലും വ്യത്യാസമുണ്ട്. ഇത് 2-methyl propane ആണ്. 2-methyl propane. ഇതോ ബ്യൂട്ടൈൻ ആണ്. പക്ഷെ രണ്ടു പേരിലും ഒരേ മോളിക്കുലർ ഫോർമുലയാണ്. അപ്പോൾ ഇങ്ങനെ ഒരേ മോളിക്കുലർ ഫോർമുല കാണിക്കുകയും വ്യത്യസ്ത ആകൃതി, വ്യത്യസ്ത അറേഞ്ച്മെന്റ് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ള കോമ്പൗണ്ടുകളെ നമ്മൾ ഐസോമേഴ്സ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഇവരെ അങ്ങനെ വിളിക്കാനോ ഉള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ അറേഞ്ച്മെന്റ് ആണ്. കണ്ടോ, ഇവർ വേറെ സ്ട്രക്ചറാണ്. രണ്ടും ഒരുപോലെ ഇരിക്കുമെങ്കിലും വേറെ സ്ട്രക്ചറാണ്. ഓക്കെ, ഇവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ വ്യത്യാസമുണ്ട്. ബോയിലിംഗ് പോയിന്റ്, തിളനില. ഇത് -0.5 ഡിഗ്രി സെൽഷ്യസിൽ തിളയ്ക്കും. ഇതോ -11.7 ഡിഗ്രി സെൽഷ്യസിലാണ് തിളയ്ക്കുക. അപ്പോൾ ഇതിന് തിളനില എന്താണ്? കൂടുതലും. തിളനില എന്താണ്? കുറവുമാണ്. മനസ്സിലായോ? അപ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ ഇവർ തമ്മിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. അപ്പോൾ അവരുടെ സ്വഭാവങ്ങളിൽ വ്യത്യാസമുണ്ട്, അവരുടെ അറേഞ്ച്മെന്റിൽ, അവരുടെ സ്ട്രക്ചറിൽ വ്യത്യാസമുണ്ട്. പക്ഷേ വ്യത്യാസമില്ലാത്തത് എന്തിലാണ്? അവരുടെ മോളിക്കുലർ ഫോർമുലയിൽ. രണ്ടു പേർക്കും സെയിം മോളിക്കുലർ ഫോർമുല, C4H10. എന്താണ്? C4H10. ഇങ്ങനെ വരുന്ന കോമ്പൗണ്ടുകളെ നമ്മൾ ഐസോമറുകൾ എന്നും ഇത്തരം പ്രതിഭാസത്തെ നമ്മൾ ഐസോമെറിസം എന്ന് വിളിക്കും. ഓക്കെ, ക്ലിയർ?
വേറെ ഒരുപാട് തരത്തിലുള്ള ഐസോമെറിസം ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വഴിയെ പഠിക്കാം. ഓക്കെ, സോ ഐസോമെറിസം നമുക്ക് ഒന്നുകൂടി ഒന്ന് മനസ്സിലാക്കാം. ഒരു 4 ആപ്പിൾ സാർ ഇങ്ങനെ അറേഞ്ച് ചെയ്യും. ഈ 4ഉം കാർബൺ ആണെന്ന് വിചാരിക്കുക. കാർബൺ 2, കാർബൺ 3, കാർബൺ 4. ഓക്കെ, ഇതെന്താണ്? ബ്യൂട്ടൈൻ. എന്താണ് ഇതിന്റെ പേര്? ബ്യൂട്ടൈൻ. ബ്യൂട്ടൈൻ. ഇനി ഞാൻ ഈ കാർബൺ പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെക്കാം. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പോ ഇപ്പൊ എന്തായി? കണ്ടിന്യൂസ് ആയിട്ട് 3 ചെയിൻ. അതിന്റെ ബ്രാഞ്ച് ആയിട്ട് ആര് വന്നു? ഒരു കാർബൺ വന്നു. അതിന്റെ പേരെന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു. ഇതിന്റെ പേരെന്താണ്? 2-methyl propane. ഇപ്പൊ മനസ്സിലായോ? അപ്പോൾ ഇവര് തമ്മിൽ അറേഞ്ച്മെന്റിലാണ് വ്യത്യാസം, പക്ഷെ കാർബണിന്റെ എണ്ണത്തിലെ വ്യത്യാസമില്ല. ദെൻ in an organic chemistry, isomers are molecules with the same molecular formula. നേരത്തെ നമ്മൾ പറഞ്ഞു എന്താണ്? C4H10. The same number of atoms of each element. Same molecular formula എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരേ നമ്പർ ഓഫ് ആറ്റംസ്, സെയിം നമ്പർ ഓഫ് ആറ്റംസ്. കാർബൺ C4H10 കണ്ടോ? ഇപ്പുറത്തും എന്താണ്? C4H10 കണ്ടോ? നമ്മൾ നേരത്തെ കണ്ട 2 കോമ്പൗണ്ടിലും സെയിം മോളിക്കുലർ ഫോർമുല. ഇൻ ആൻ ഓർഗാനിക് കെമിസ്ട്രി, ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ ആർ മോളിക്യൂൾസ് വിത്ത് ദ സെയിം മോളിക്കുലർ ഫോർമുല. ഓക്കെ, പക്ഷേ അവരുടെ അറേഞ്ച്മെന്റിൽ എന്താണ്? വ്യത്യാസമുണ്ട്. ബട്ട് ഡിഫറെന്റ് സ്ട്രക്ചറൽ ഓർ സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ഓഫ് ദി ആറ്റംസ് വിത്തിൻ ദ മോളിക്യൂൾ. മനസ്സിലായോ? ഒരു മോളിക്യൂളിന്റെ അകത്ത് ആ ആറ്റങ്ങൾ എന്താണ്? വേറെ വേറെ സ്ഥലത്തായിരിക്കും. കണ്ടോ? അപ്പൊ ഇവിടെ ഇത് കണ്ടിന്യൂസ് ആയിട്ടാണ്. ഇവിടെ വരുമ്പോൾ 3 എണ്ണം കണ്ടിന്യൂസ് ആണ്. 4ാമത്തെ എന്താണ്? 2ാമത്തെ കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. കണ്ടോ? അപ്പോ ഇതിന്റെ പേര് മാറി 2-methyl എന്താണ്? പ്രൊപ്പെയിൻ. പേര് മാറി. അത് ഇവരുടെ എന്താണ്? ഫിസിക്കൽ പ്രോപ്പർട്ടീസിലും ഭൗതിക സ്വഭാവങ്ങളിലും വ്യത്യാസം വന്നു. പക്ഷേ അവരുടെ കാർബണിന്റെ എണ്ണവും ഹൈഡ്രജൻ എണ്ണവും സെയിം ആണ്. അപ്പൊ എന്താണ് ഐസോമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇങ്ങനെയുള്ളവരാണ് ഐസോമേഴ്സ്. എങ്ങനെയുള്ളവര്? സെയിം മോളിക്കുലർ ഫോർമുലയും പിന്നെന്താണ്? ഡിഫറെന്റ് സ്ട്രക്ചർ ഉള്ളവരെ. ഈ പ്രതിഭാസത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോമെറിസം. ഇങ്ങനെ നടക്കുന്ന ഈ ഫിനോമിനനെ വിളിക്കുന്ന പേരാണ് ഐസോമെറിസം. ക്ലിയർ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, കാറ്റഗറീസ് ഓഫ് ഐസോമെറിസം. ഐസോമെറിസം എങ്ങനെ, എത്ര തരമുണ്ടെന്ന് നോക്കാം. Isomerism is broadly classified into 2: structural isomerism, stereoisomerism. Okay, stereoisomerisത്തിനെ geometrical isomerism എന്നും enantiomerism എന്നും തിരിക്കുന്നു. ഇത് നമുക്ക് പഠിക്കാനില്ല, അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. ഇനി സ്ട്രക്ചർ ഐസോമെറിസത്തിലെ മെറ്റാമെറിസം നമുക്ക് പഠിക്കാനില്ല, ടോട്ടോമെറിസം നമുക്ക് പഠിക്കാനില്ല. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഏതൊക്കെയാണ്? ചെയിൻ ഐസോമെറിസം, പൊസിഷൻ ഐസോമെറിസം, ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമെറിസം. ഇത്രയും മാത്രമേ SSLC ലെവലിൽ ഉള്ളൂ. ക്ലിയർ? സോ സ്ട്രക്ചറൽ ഐസോമെറിസത്തിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഈ പറയുന്ന 3 പേര്. എന്താണ് അർത്ഥമാക്കുന്നത്? ഡിഫറെന്റ് ലിങ്കേജ് ഓഫ് ആറ്റംസ്. അതായത് ആറ്റങ്ങൾ പല പല സ്ഥലത്ത് എന്താണ്? മാറി മാറി വരുന്നു. കണ്ടോ? അപ്പൊ അതിനകത്ത് വരുന്നതാണ് ചെയിൻ ഐസോമെറിസം, പൊസിഷൻ ഐസോമെറിസം ആൻഡ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമെറിസം. Today we are going to study about chain isomerism. എന്താണ് ചെയിൻ ഐസോമെറിസം എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, let us start. Chain isomerism. Due to the presence of different carbon skeleton, അതായത് കാർബൺ ആറ്റം പല പല സ്ഥലത്ത് വരും. കുറച്ചു നേരം മുന്നേ സാർ നിങ്ങളോട് എങ്ങനെയാണോ ഐസോമെറിസത്തെ കുറിച്ച് പറഞ്ഞത്, അവിടെ ആപ്പിൾ പല സ്ഥലത്ത് വന്നതായിട്ട് നമ്മൾ കണ്ടില്ലേ? അത് തന്നെയാണ് ചെയിൻ ഐസോമെറിസം. എക്സാമ്പിൾ C6H14. എന്താണ് ഇതിന്റെ പേര്? C6. 6 കാർബൺ വന്നാൽ ഹെക്സ്, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE. സോ ദിസ് ഈസ് ഹെക്സേൻ. ഇതിന്റെ വിവിധ അറേഞ്ച്മെന്റുകൾ നോക്കാം നമുക്ക്. ഇപ്പോൾ ഹെക്സേൻ എന്ന് പറയുമ്പോൾ C C C C C C 6 കാർബൺ. ഈ 6 കാർബണിൽ ഞാൻ ഈ ഒരു കാർബൺ ഇവിടുന്ന് പൊക്കിയെടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് കണ്ടോ? അപ്പൊ എങ്ങനെയായി? 1 2 3 4 5 6. ഇപ്പോഴും 6 കാർബൺ ആയില്ലേ? വേണമെങ്കിൽ ഇതിന് ഇവിടെ ഇട്ടില്ല, ഇപ്പുറത്തിട്ടു. കണ്ടോ?
ഇപ്പോൾ 1 2 3 4 5 അപ്പോഴും 6 കാർബൺ അല്ല, ഇവിടെ ഇടുന്നില്ല, ഇവിടെ ഇടുന്നു. കണ്ടോ? അങ്ങനെ ഈ കാർബൺ പല പല സ്ഥലങ്ങളിലായിട്ട് വരും. അത്തരം കോമ്പൗണ്ടുകളാണ് എന്ത്? ചെയിൻ ഐസോമേഴ്സ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. കണ്ടോ? ഇത്രയും അറേഞ്ച്മെന്റ്സ് ആണ് കാർബണിന് വരാൻ സാധ്യത. നോക്കാം എന്താണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു കാർബൺ ഇവിടെ ഈ മൂലകളെ കാണിക്കുന്നത് കാർബൺ. എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 5 6 കാർബൺ. അതുപോലെ ഇവിടെ നമുക്ക് നോക്കാം. 1 2 3 4 5 6 കാർബൺ. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് എത്ര ഉണ്ടെന്ന് നോക്കി. 1 2 3 4 5 5 കണ്ടിന്യൂസ് ആയിട്ട്, ഒരെണ്ണം എന്താണ്? ബ്രാഞ്ച്. കണ്ടോ? ഇനി വീണ്ടും 1 2 3 4 5 6 കാർബൺ. അപ്പൊ കാർബൺ 6 തന്നെ ഉള്ളു. അപ്പൊ ഇവിടെ എന്താണ്? 1 2 3 4 5 5 കണ്ടിന്യൂസ്, ഒരെണ്ണം ബ്രാഞ്ച്. നോക്കൂ. 1 2 3 4 5 6 6 കാർബൺ ഉണ്ട്. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് എത്ര ഉണ്ട്? 1 2 3 4 2 ബ്രാഞ്ച്. കണ്ടോ? ഇനിയോ 1 2 3 4 5 6 കാർബൺ. കണ്ടിന്യൂസ് ആയിട്ടോ? കണ്ടിന്യൂസ് ആയിട്ട് 1 2 3 4 2 ബ്രാഞ്ച്. കണ്ടോ? അപ്പോൾ ഈ ഇവരുടെ എല്ലാവർക്കും 6 കാർബൺ ഉണ്ടാവും. ഒരു കാർബണിന് എത്ര ഹൈഡ്രജൻ ഉണ്ടാവും? 3 ഹൈഡ്രജൻ വെച്ചുണ്ടാവും അറ്റത്ത് നിൽക്കുന്ന ആൾക്ക്. കണ്ടോ? അങ്ങനെ നമ്മൾ കൂട്ടി നോക്കുകയാണെങ്കിൽ എന്താണ്? മൊത്തം 14 ഹൈഡ്രജൻ ഉണ്ടാവും. ഈ 14 ഹൈഡ്രജനും 6 കാർബണും എല്ലാവർക്കും ഉണ്ട്. പക്ഷെ എല്ലാവരുടെയും അറേഞ്ച്മെന്റിൽ എന്തുണ്ട്? വ്യത്യസ്തമുണ്ട്. എങ്ങനെയുള്ള അറേഞ്ച്മെന്റിൽ? വെരി സിമ്പിൾ ആണ്. ഈ 6 കാർബണിൽ ഒരു കാർബൺ അങ്ങോട്ട് വെട്ടിയെടുത്ത് വേറൊരു സ്ഥലത്ത് കൊണ്ട് നിട്ടതായിട്ട് സങ്കല്പിക്കുക. മനസ്സിലായോ? അങ്ങനെ കാർബൺ ചെയിനിലുള്ള വ്യത്യാസം കൊണ്ടുണ്ടാവുന്ന ഐസോമറിസമാണ് ചെയിൻ ഐസോമറിസം. മനസ്സിലായോ? ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഹെക്സേൻ, ഈ ഹെക്സേന്റെ വിവിധ ചെയിൻ ഐസോമേഴ്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ക്ലിയർ? ഇപ്പോൾ നോക്കൂ. ഇവിടെ 1 2 3 4 5 6 6 കാർബൺ. സാർ ഇതിനെ പൊക്കിയെടുക്കുന്നു, ഇതിനെ ഞങ്ങൾ എടുത്ത് മാറ്റി അതുകൊണ്ടൊന്ന് ഇവിടെ ഇട്ടു വിചാരിക്കും. അപ്പം എന്താവും? CH3. ക്ലിയർ ആണോ? അപ്പം അങ്ങനെയാണെങ്കിൽ ഇനി ഇതില്ല കേട്ടോ, ഇതില്ല. ഓക്കെ. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് CH3 ഇടുമ്പോൾ ഇത് ബാലൻസ് ചെയ്യാനായിട്ട് ഇവിടെ എന്താണ്? 3 ആക്കണം. അപ്പോൾ ഒന്ന് വരയ്ക്കാൻ പോവുകയാണ്. C C C C C 5 കാർബൺ. ഇവിടെ കൊണ്ടുവന്ന് C ഇട്ടു. CH3. ഇതെങ്ങനെയാണ് എഴുതണമെന്ന് നമുക്ക് മുന്നേ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ കാർബൺ എപ്പോഴും 4 ബോണ്ട് വേണം. ഒരു ബോണ്ട് ഇങ്ങോട്ടായി. അപ്പോൾ 3 ബോണ്ട് ഓരോ ഹൈഡ്രജൻ പറ്റും. അപ്പോൾ 3 ഹൈഡ്രജൻ. ഈ കാർബൺ സംബന്ധിച്ച് ഇങ്ങോട്ടൊരു ബോണ്ട്, ഇങ്ങോട്ടൊരു ബോണ്ട്, ഇങ്ങോട്ട് ബോണ്ട്. അപ്പോൾ 3 ബോണ്ട് കഴിഞ്ഞു. ഇനി ഒരൊറ്റ ബോണ്ട് ബാക്കിയുള്ളൂ. അപ്പോൾ ഒറ്റ ഹൈഡ്രജൻ അവിടെ എഴുതാൻ പാടുള്ളൂ. ഈ കാർബൺ ഇങ്ങോട്ടൊരു ബോണ്ട്, ഇങ്ങോട്ടൊരു ബോണ്ട്. അപ്പോൾ എത്ര ഹൈഡ്രജൻ? 2 എണ്ണം. എപ്പോഴും കാർബൺ ചുറ്റും 4 എണ്ണം വേണം. അപ്പോൾ ഇങ്ങോട്ട് വരണം, ഇങ്ങോട്ട് വരണം. അപ്പോൾ ഇവിടെ എത്ര എണ്ണം? 2 എണ്ണം. ഇവിടെ ഒരെണ്ണം കഴിഞ്ഞു. ഇനി എത്ര എണ്ണം? 3 എണ്ണം. ഇനി ഇതിന്റെ പേരെന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്തായിരിക്കും ഇതിന്റെ പേര്? ഇതാണ് ബ്രാഞ്ച്. ബ്രാഞ്ചിന്റെ പേരെന്താണ്? മീഥാൽ. ഓക്കെ. ഇത് വരുന്നത് രണ്ടാമത്തെ കാർബണിലാണ്. ബ്രാഞ്ചിന് ഏറ്റവും കുറവ് നമ്പർ വരുന്ന രീതിയിൽ നമ്പർ ഇടണം. അപ്പോൾ 1 2 3 4 5. ഓക്കെ. അപ്പോൾ കണ്ടിന്യൂസ് ചെയിൻ സെലക്ട് ചെയ്യണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. 5 കാർബൺ ഉള്ളത്. 5 കാർബൺ ഉണ്ടെങ്കിൽ വേർഡ് റൂട്ട് പെൻഡ്. എന്താണ്? പെൻഡ്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചേർക്കും? ANE. ക്ലിയർ? മീഥേൽ എന്ന് പറയുന്നൊരു പ്രിഫിക്സ് വന്നുകൊണ്ട് നമ്മൾ മീഥേൽ മുന്നിൽ ചേർക്കും. ഇനി മീഥേലിന്റെ പൊസിഷൻ പറയണം. 2 മീഥൈൽ പെൻറ്റേൻ. ഇതാണ് നമ്മളിപ്പോൾ വരച്ചിരിക്കുന്നത്. 2 മീഥൈൽ എന്താണ്? പെൻറ്റേൻ. കണ്ടോ? അപ്പോൾ നേരത്തെ എന്തായിരുന്നു അത്? നേരത്തെ അത് ഹെക്സേൻ ആയിരുന്നു. വെറും ഹെക്സേൻ. അങ്ങനെ ഹെക്സേൻ എങ്ങനെയായിട്ട് മാറി? ഹെക്സേൻ 2 മീഥൈൽ പെൻറ്റേൻ ആയിട്ട് മാറി. പക്ഷെ മാറിയപ്പോഴും അതിനകത്ത് എത്ര കാർബൺ ഉണ്ട്? 6 കാർബൺ ഉണ്ട്. 5 എണ്ണം നേരെ, 6ാമത്തെ ഇവിടെ കിടപ്പുണ്ട്. ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ നോക്കിയേ. 3 4 5 6 7 8 9 10 11 12 13 14. അപ്പോൾ ഇതിന്റെ മോളിക്കുലാർ ഫോർമുല C6H14 തന്നെയാണ്. മനസ്സിലായോ? ഇതിന്റെ മോളിക്കുലാർ ഫോർമുല C6H14. ഹെക്സേന്റെ ബന്ധം തന്നെയാണ് C6H14. മനസ്സിലായോ? ബാക്കിയുള്ളത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതൊക്കെ നിങ്ങൾ
തനിയെ ചെയ്തു നോക്കുക കേട്ടോ. ലാസ്റ്റത്തെ മാത്രം ഒന്ന് പറയാം. ക്ലിയർ? ലാസ്റ്റ് നോക്കൂ, 1 2 3 4, അതായത് ഈ 4 ഇവിടെ നിർത്താം. ബാക്കി രണ്ടാമത്തേലും എന്താണ്, ഇപ്പുറത്തെ സൈഡിൽ രണ്ടാമത്തേലേക്കും ഓരോ ബ്രാഞ്ചും ഉണ്ട്. അപ്പോൾ ഇതിനെ ഞാൻ എന്താണ് പൊക്കിയെടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നു. കണ്ടോ? ഇതിനെ ഞാൻ പൊക്കിയെടുത്തിട്ട് എന്താണ് ഇവിടെ കൊണ്ടുവന്നു. കണ്ടോ? അപ്പം എങ്ങനെ ഇരിക്കും നോക്കാം. 1 2 3 4 4 നേരെ എഴുതുക. അവസാനത്തെ 2 ചെയിനെ ഒരാളെ പൊക്കിയെടുത്തിട്ട് ഇവിടെ കൊണ്ടുവരണം. ഇവിടെ കൊണ്ടുവരുന്നത് സി. പിന്നെ ഒരാളുടെ അത് ഇപ്പുറത്ത് കൊണ്ടുവന്നു സി. കണ്ടോ? ഇപ്പോഴും 6 കാർബണില്ലേ? പക്ഷെ അറേഞ്ച്മെന്റിൽ വ്യത്യാസമുണ്ട്, അവരുടെ പേരിൽ വ്യത്യാസമുണ്ട്. നോക്കാം. CH3, ഇവിടെ 3 ബോണ്ടായി, ഇനി ഒരു ഹൈഡ്രജൻ. ഇവിടെ 3 ബോണ്ടായി, ഇനി ഒരു ഹൈഡ്രജൻ. ഇവിടെ ഒരു ബോണ്ടായുള്ളൂ, അപ്പോൾ ഇനി 3 ഹൈഡ്രജൻ. ഇവിടെ എന്ത് എഴുതണം? CH3. ഇവിടെയും CH3. സോ ഇവിടെ നമ്മൾ എണ്ണി നോക്കുമ്പോൾ നിങ്ങൾ എണ്ണി നോക്കുക. C6H14 മോളിക്കുലാർ ഫോർമുല സെയിം ആണ്, പക്ഷേ അറേഞ്ച്മെന്റ് നോക്കൂ, വ്യത്യാസമില്ലേ? വ്യത്യാസമുണ്ട്. ഇതിന്റെ പേരെങ്ങനെ വരാ? കണ്ടിന്യൂസ് ചെയിൻ 4 അപ്പൊ എന്താണ്? ബ്യൂട്ട്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എന്ത് എഴുതണം? ANE, ബ്യൂട്ടൈൻ. മീഡിയൽ ഗ്രൂപ്പ് എത്രയിലേക്ക് വന്നു? കണ്ടോ? മീഡിയൽ ഗ്രൂപ്പ് എവിടെ നിന്ന് നമ്പർ ഇട്ടാലും 1 2 3 4, 2ലും 3ലും ആര് വരുന്നുണ്ട്? മീഡിയൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. ഇതിന്റെ പേരാണ് മീഥൈൽ. ഇതൊക്കെ എങ്ങനെ എഴുതണം നമ്മൾ ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. മീഥൈൽ. ഇപ്പൊ മീഥൈലിന് ഇവിടെ എഴുതാ മീഥൈൽ. മീഥൈൽ 2 വന്നാൽ നമ്മൾ അതിന്റെ മുന്നേ ഡൈ ചേർക്കണം. അപ്പൊ എന്തായി? ഡൈ മീഥൈൽ. അതിന് മുന്നേ എന്തുകൂടി പറയണം? അതിന്റെ പൊസിഷൻ പറയണം. രണ്ടാമത്തേലും മൂന്നാമത്തേലും. ഇപ്പൊ 2,3 ഒരു ഹൈഫൻ ഇടണം. ഈ 2,3 ഡൈമീഥൈൽ ബ്യൂട്ടേൻ എന്ന് പറയുന്നത് ഹെക്സേനെ പോലെയാണോ? അല്ല. ഹെക്സേനെ പോലെയല്ല അതിന്റെ സ്വഭാവം. അതിന്റെ സ്ട്രക്ചറിൽ വ്യത്യാസമുണ്ട്, അതിന്റെ സ്വഭാവത്തിലും വ്യത്യാസമുണ്ട്. പക്ഷേ അതിൽ 6 കാർബൺ ഉണ്ട്, 14 ഹൈഡ്രജൻ ഉണ്ട്. ഹെക്സേനെ പോലെ തന്നെയാണ് അതിന്റെ മോളിക്കുലാർ ഫോർമുല. മനസ്സിലായോ? സോ ഇതാണ് ചെയിൻ ഐസോമറിസം. എന്തിൽ വ്യത്യാസം വരുന്നു? ചെയിനിൽ വ്യത്യാസം വരുന്നു. അതായത് കാർബൺ പല പല സ്ഥലങ്ങളിൽ പോയി കിടക്കുന്നു. കണ്ടോ? ചെയിൻ ഐസോമേഴ്സ് ഹാവ് സിമിലാർ കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഒരേ കെമിക്കൽ സ്വഭാവമായിരിക്കും. ബിക്കോസ് ദേ ഹാവ് ദ സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ്. ഞാൻ പറഞ്ഞു ബോയിലിംഗ് പോയിന്റ്, അതായത് തിളനിലയിലാണ് വ്യത്യാസം. അത് ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ്, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന കാര്യമാണ്. കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കത്തുമ്പോൾ എന്തുണ്ടാവുന്നു? അത് ചെയിൻ ഐസോമേഴ്സിന് സെയിം ആയിരിക്കും, അതിനകത്ത് വ്യത്യാസം വരില്ല. നോക്കാം നമുക്ക്. സപ്പോസ് ഇൻ ദിസ് കോമ്പൗണ്ട് OH ഇവിടെ വന്നിട്ടുണ്ട്. എന്താണ് ഇതിന്റെ പേര്? OH വരുന്ന കാർബൺ മുതൽ നമ്പർ ഇടണം. എന്താണ് ഇതിന്റെ പേര്? വെരി സിമ്പിൾ, 4 കാർബൺ. സോ ബ്യൂട്ട്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE. OH വന്നതുകൊണ്ട് നമ്മൾ എന്താണ്? ഓൾ. O എന്ന് പറയുന്ന ഒരു സ്വരാക്ഷരമാണ്. തൊട്ട് മുന്നിൽ കിടക്കുന്ന ഒരു സ്വരാക്ഷരം ഓവലാണ്. അപ്പൊ ഇത് ഡ്രോപ്പ് ചെയ്യണം. അപ്പൊ എന്താണ്? ബ്യൂട്ട് AN, ബ്യൂട്ടൻ 1 ഓൾ. ഇത് അതിന്റെ നിയമമാണ്. നമ്മൾ ഇത് OHന്റെ നെയിമിങ്ങിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ക്ലിയർ? ബ്യൂട്ടൻ 1 ഓൾ. സിമിലാർലി ഇതിന്റെ പേരെന്തായിരിക്കും? 3 കാർബൺ. അപ്പൊ എന്താണ്? 3 കാർബൺ. പിന്നെന്താണ്? അതിനകത്തൊരു ബ്രാഞ്ച് വന്നിട്ടുണ്ട് CH3. ഇതിന്റെ പേരെങ്ങനെയാണെന്ന് നോക്കാം. കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത് 3 കാർബൺ. ക്ലിയർ? ഇവിടെ ഒരു ബ്രാഞ്ച് കൂടി വന്നിട്ടുണ്ട്. അതെന്താണ്? മീഥൈൽ. ഇതിന്റെ പേരെങ്ങനെയാണ്? 3 കാർബൺ വന്നാൽ പ്രൊപ്പ്. മീഥൈൽ വന്നുകൊണ്ട് അതിന്റെ മുന്നിൽ മീഥൈൽ എഴുതാം. മീഥൈൽ എത്രാമത്തെ കാർബണിലാണ്? മീഥൈൽ 2ാമത്തെ കാർബണിൽ. 2. OH വന്നുകൊണ്ട് എന്താണ്? ANEക്ക് ശേഷം OHന്റെ OL ചേർക്കണം. അപ്പൊ ഈ ഡ്രോപ്പ് ചെയ്യണം. മാത്രവുമല്ല OLന് മുന്നേ OLന്റെ പൊസിഷൻ പറയണം. അതെന്താണ്? 1ാമത്തെ കാർബൺ. 1 2 3 ഇങ്ങനെ നമ്മൾ നമ്പർ ഇടാം. അപ്പോൾ 1 ഓൾ. ക്ലിയർ? 2 മീഥൈൽ പ്രൊപ്പൻ 1 ഓൾ. ഈ 2 കോമ്പൗണ്ട് നമ്മൾ സൂക്ഷിച്ച് നോക്കിയേ. ഇതിൽ എത്ര കാർബൺ ഉണ്ട്? ഹൈഡ്രജൻ വേണ്ടി നോക്കാം. ഇവിടെ 1 2 3 4 കാർബൺ. C4. ഹൈഡ്രജൻ നോക്കാം. 3 5 6 7 8 9 10 ഹൈഡ്രജൻ 10. ഓക്സിജൻ ഒരെണ്ണമുണ്ട്. അത് ഇതാണ് ഇതിന്റെ മോളിക്കുലർ ഫോർമുല. ക്ലിയർ? ഇവിടെ നോക്കാം. 1 2 3 4 കാർബൺ. ക്ലിയർ?
ഹൈഡ്രജനോ 3 4 5 6 7 8 9 10 ഹൈഡ്രജൻ. ഓക്സിജനോ ഒരെണ്ണം. അപ്പോൾ നോക്ക്, സെയിം മോളിക്കുലർ ഫോർമുല കണ്ടോ, സെയിം മോളിക്കുലർ ഫോർമുല, പക്ഷെ ഡിഫറെന്റ് അറേഞ്ച്മെന്റ്, വ്യത്യസ്ത ആൾക്കാരാണ്. രണ്ടുപേരും ആൽക്കഹോളാണ്. ആൽക്കഹോൾ കത്തിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡും പിന്നെന്തുണ്ടാവും, വാട്ടറും ഉണ്ടാവും. അത് ഏത് ആൽക്കഹോൾ കത്തിച്ചാലും ഉണ്ടാവും. അതൊരു കെമിക്കൽ റിയാക്ഷൻ ആണ്. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻ സെയിം ആണ്. പിന്നെ എവിടെയാണ് വ്യത്യാസം വരിക? ഫിസിക്കൽ റിയാക്ഷനിലാണ് വ്യത്യാസം വരിക. അതായത് ഇവരുടെ തിളന്നില്ല, രണ്ടുപേരും ഒരേപോലെ കത്തണമെന്നില്ല. മനസ്സിലായോ? അത് ഫിസിക്കൽ അവരുടെ പ്രോപ്പർട്ടീസ് ആണ്, അതിനാണ് വ്യത്യാസം വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും പരീക്ഷയ്ക്ക് നമ്മൾ തെറ്റിക്കാറുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. ഇവിടെ CH3 കണ്ടോ, കാർബൺ ഇവിടെ നിന്ന് മാറി, ഇവിടെ 4 കാർബൺ കണ്ടോ. ഇവിടെ വേർഡ് റൂട്ട് നോക്കിയാൽ മതി. നമ്മൾ വേർഡ് റൂട്ടിൽ ഇവിടെ ബ്യൂട്ടാണ് കണ്ടോ. വേർഡ് റൂട്ട് എന്താണ്? ബ്യൂട്ട്. ദാറ്റ് മീൻസ് 4 കണ്ടിന്യൂസ് കാർബൺ. ഇവിടെ വേർഡ് റൂട്ട് എന്താണ്? പ്രൊപ്പ്. ദാറ്റ് മീൻസ് 3 കണ്ടിന്യൂസ് കാർബൺ. അപ്പോൾ ഒരു കാർബൺ ഇവിടെ നിന്ന് വ്യത്യാസം വന്നിട്ടുണ്ട് കണ്ടോ. അങ്ങനെ കാർബണിൽ വ്യത്യാസം വരുമ്പോൾ അതെന്ത് ഐസോമെറിസമാണ്? ചെയിൻ ഐസോമെറിസമാണ്. ചില സന്ദർഭങ്ങളിൽ OH ഇവിടെ നിന്ന് മാറി ഇവിടെ വന്ന് കിടക്കും. അപ്പോൾ കാർബണിൽ വ്യത്യാസം ഉണ്ടാവാറില്ല, അത് ചെയിൻ ഐസോമെറിസം അല്ല. എന്താണ് പറയുന്നത് നോക്കിക്കോളൂ. ഇപ്പോൾ C OH ഇങ്ങനെ കിടക്കുന്നു പറഞ്ഞു. അടുത്തത് C OH ഇവിടെ വന്ന് കിടക്കുന്നു. ഇങ്ങനെയാണ് തന്നിട്ട് ഏത് ഐസോമെറിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കൽ ഫോർമുല സെയിം ആയിരിക്കും, മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കും. കാർബൺ നോക്കിയാൽ കണ്ടിന്യൂസ് ആയിട്ട് 4 എണ്ണം, ഇവിടെയും കണ്ടിന്യൂസ് ആയിട്ട് 4 എണ്ണം. അപ്പോൾ കാർബണിൽ വ്യത്യാസമുണ്ടോ? ചെയിനിൽ വ്യത്യാസമുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇതെന്ത് ഐസോമെറിസം അല്ല? ദിസ് ഈസ് നോട്ട് ചെയിൻ ഐസോമെറിസം. ഇത് ചെയിൻ ഐസോമെറിസം അല്ല. ചെയിൻ ഐസോമെറിസത്തിൽ ഇവിടെ 4 കാർബൺ കണ്ടിന്യൂസ് ഉണ്ടെങ്കിൽ ഇവിടെ 3 കാർബൺ കണ്ടിന്യൂസ് കണ്ടോ. രണ്ടും ഒരേ കണ്ടിന്യൂസ് ആയിട്ടുള്ള കാർബൺ ആയിരിക്കില്ല. മനസ്സിലായോ? അപ്പോൾ പിന്നെ ഇത് ഏത് ഐസോമെറിസം ആണ്? ഇത് പൊസിഷൻ ഐസോമെറിസം ആണ്. ഇത് നമ്മൾ അടുത്ത വീഡിയോയിൽ പഠിക്കും. വാട്ട് ഈസ് പൊസിഷൻ ഐസോമെറിസം എന്ന്. ക്ലിയർ? അപ്പോൾ ചെയിൻ ഐസോമെറിസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ഡൗൺ ദ ചെയിൻ ഐസോമെറിസം ഓഫ് പെൻറ്റേൻ. ഇത് പെൻറ്റേൻ ആണ് കണ്ടോ. ഈ പെൻറ്റേൻ്റെ ചെയിൻ ഐസോമെറിസം നമുക്ക് എഴുതി നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ പെൻറ്റേൻ 5 എണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ ഏതൊക്കെ രീതിയിൽ ഇതിനെ അറേഞ്ച് ചെയ്യാം? 1 2 3 4. അതായത് ഒരെണ്ണം നമ്മൾ എടുക്കുക. നമുക്ക് എവിടേക്ക് ഇടാം? ഇതിവിടെ ഇടാം. അപ്പോൾ ഒരു ഐസോമെറിസം ആയിട്ടോ. ഇനി ഹൈഡ്രജൻ നിങ്ങൾ ഫില്ല് ചെയ്യാം. രണ്ടാമത്തത് വീണ്ടും 4 എണ്ണം, 1 2 3 4 എണ്ണം ഇവിടെ ഇടാം. പ്രത്യേകത, ഇത് രണ്ടും സെയിം പേരായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ എഴുതുന്നതും സെയിം ആണ്. അപ്പോൾ ഇങ്ങനെ ഒരെണ്ണം കൂടി അങ്ങനെ എഴുതേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, അപ്പോൾ ഒരെണ്ണം കഴിഞ്ഞു. ഇനി 1 2 3 എണ്ണം എഴുതാം. പിന്നെ അപ്പോൾ 2 എണ്ണം ഇവിടെ നിന്ന് മുറിച്ചെടുക്കണം കണ്ടോ. ഒരെണ്ണം മുകളിലിട്ടു, ഒരെണ്ണം ഇവിടെ താഴെ ഇട്ടു. ക്ലിയർ? ഓക്കെ, എന്തായിരിക്കും ഇതിന്റെ പേര്? കണ്ടിന്യൂസ് ആയിട്ട് 3 കാർബൺ. അപ്പോൾ പ്രൊപ്പ്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE. ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പ്, ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പ്. അപ്പോൾ ഡൈമീഥൈൽ. ഇനി അത് വന്നേക്കുന്ന എത്രാമത്തെ കാർബണിലാണ്? 2ാമത്തെ കാർബൺ. അപ്പോൾ പലപ്പോഴും കുട്ടികൾ വെറുതെ 2 ഇടും. അങ്ങനെ ഇടരുത്. ഈ മീഥൈൽ 2ാമത്തേലും ഇതും 2ാമത്തേലും. അപ്പോൾ 2,2 കണ്ടോ, ഹൈഫൻ ഇടാം. ക്ലിയർ? അപ്പം അത് പറഞ്ഞു നമ്മൾ. ഇനി എന്തെങ്കിലും അറേഞ്ച്മെന്റ് ഉണ്ടോ? നിങ്ങൾ ചിന്തിച്ച് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ചെയിൻ ഐസോമെറിസം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്ലീസ് വിസിറ്റ് പാർട്ട് 9 to understand what is position isomerism. Okay, thank you. Please subscribe to our YouTube channel for new updated videos.